പോറ്റിയെ കേറ്റിയെ പാരഡി ഗാനത്തിനെതിരായ നിയമ നടപടിയിൽ CPIM-നെതിരെ പ്രതിപക്ഷത്തിന്റെ കടന്നാക്രമണം. കേന്ദ്രത്തിലെ സംഘപരിവാറിനെ പോലെ കേരളത്തിലെ CPIM പെരുമാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കാരണഭൂതൻ കേട്ട് രോമാഞ്ചം കൊണ്ട മുഖ്യമന്ത്രിക്ക് പാരഡി കേട്ടപ്പോൾ ഹാലിളകിയെന്ന് K. സുധാകരന്റെ വിമർശനം. പാട്ട് പുറത്തിറക്കിയവർക്ക് കോൺഗ്രസ് പിന്തുണ നൽകുമെന്ന് PC വിഷ്ണുനാഥ്. IFFK വേദിയിലെത്തി പ്രതിഷേധിച്ച് ചാണ്ടിയുമ്മൻ MLA. വിവാദം കൊഴുക്കുന്നതിനിടെ ഗാനത്തിനെതിരായ പരാതിയിൽ മെറ്റയോട് വിശദാംശങ്ങൾ തേടിയിരിക്കുകയാണ് സൈബർ പോലീസ്. പാരഡി ഗാനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്ന CPIM-നെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. കേന്ദ്രത്തിൽ സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിൽ CPIM കളിക്കുന്നതെന്ന് VD സതീശന്റെ രൂക്ഷ വിമർശനം. ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. ഇതൊരു ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതാണോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇതൊരു ഇടതുപക്ഷ സർക്കാരല്ല, തീവ്ര വലതുപക്ഷ സർക്കാരാണ്. ഇത് BJP ഗവൺമെന്റ് എല്ലാം എടുക്കുന്നത് പോലത്തെ ഒരു നടപടിയാണ് ഈ LDF ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഗാനം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എത്രമാത്രം CPM-നെയും സർക്കാരിനെയും അലോസരപ്പെടുത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർക്കെതിരായി കേസെടുത്തിരിക്കുന്നത്. പാട്ടുകേട്ട് ഹാലിളകിയ മുഖ്യമന്ത്രിയെയാണ് കേരളം കാണുന്നതെന്നും കാരണഭൂതൻ എന്ന പാട്ടുകേട്ട് രോമാഞ്ചം കൊണ്ടയാളാണ് പാരഡി ഗാനത്തെ എതിർക്കുന്നതെന്നും K. സുധാകരന്റെ പരിഹാസം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പാട്ടുപാടുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇപ്പോൾ ഈ പാരഡി ഗാനം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു തലവേദനയായി മാറി എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞാൻ പറയാം, നിങ്ങളങ്ങനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാനാണ് ഭാവമെങ്കിൽ കേരളത്തിലെ ജയിലുകൾ പോരാതെ വരും. കാരണം ഇനി അങ്ങോട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞങ്ങൾ ഈ ഗാനം തുടർച്ചയായി ആലപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പാരഡി ഗാനം പാടിയവർക്കെതിരെ കേസെടുത്താൽ കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകുമെന്നും പുരോഗമന കലാസാഹിത്യ സംഘത്തിന് ഉൾപ്പെടെ മിണ്ടാട്ടമില്ലേ എന്നും PC വിഷ്ണുനാഥ് MLA പ്രതികരിച്ചു. പാട്ട് തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള എന്ന വിഷയത്തെ ജനങ്ങളുടെ ഇടയിൽ സജീവമാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതുപോലെ ഇവിടെ കുറേ എഴുത്തുകാരുണ്ട്, അവരൊക്കെ ഈ മൗന വാൽമീകത്തിൽ ഒളിച്ചിരിക്കുകയാണോ? ഇങ്ങനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ഒരു കേസ് വന്നിട്ട് കേരളത്തിലെ എല്ലാത്തിനും ആമസോണിൻ്റെ കാർഡ് കത്തുമ്പോൾ പ്രതികരിക്കേണ്ടതാണ്. ആമസോൺ കാർഡ് കത്തുന്നത് വലിയ ഒരു പാരിസ്ഥിതികമായ പ്രശ്നമാണ്. ആ കാര്യങ്ങളിലടക്കം പ്രതികരിക്കുന്നവരാണല്ലോ നമ്മൾ. കേസ് നിലനിൽക്കില്ലെന്നും സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്യുകയാണെന്നും പാട്ടുപാടിയ ഗായകൻ ഡാനിഷ് മുഹമ്മദിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. സുപ്രീം കോടതി 2015 നമ്മുടെ IT ആക്ടിലെ സെക്ഷൻ 66A സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഡയറക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി, അറസ്റ്റുകൾ നടത്തി. ഇതിൻ്റെ വാർത്തകൾ എല്ലാ വാർത്താ ചാനലുകളും കൊടുത്തു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ഡിബേറ്റ്സിലും പങ്കെടുത്തു. നമ്മൾ ചർച്ച ചെയ്തു. ഇതെൻ്റെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ അഫക്റ്റ് ചെയ്തു. കേസാകുമോ? എങ്ങനെയത് ആകുന്നത്? ഞാൻ പറഞ്ഞത് മിസ്യൂസ് ടു ദ കോറാണ്. ആവിഷ്കാരങ്ങൾ വ്യക്തിയെയോ സമൂഹത്തെയോ വേദനിപ്പിക്കാൻ പാടില്ലെന്നാണ് മന്ത്രി V. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കളുടെ നിലപാട്. ഏതെങ്കിലും ഒരു വിശ്വാസത്തെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ, മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാരഡി ഗാനം നമുക്കത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. അതേസമയം പാരഡി ഗാനം മതവികാരം വ്രണപ്പെടുത്തിയെന്ന ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതി അധ്യക്ഷൻ പ്രസാദ് കുഴിക്കാലയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത കേസിലാണ് മെറ്റയോട് വിവരങ്ങൾ തേടി കത്തയച്ചിരിക്കുന്നത്. മെറ്റയിൽ നിന്ന് മറുപടി വരുന്ന മുറയ്ക്ക് തുടർ നടപടികളിലേക്ക് കടക്കും. പരാതിയിൽ സൈബർ പോലീസ് ഗാനരചയിതാവും ഗായകനുമടക്കം 4 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ വേഗത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടെന്ന നിലപാടിലാണ് പോലീസ്. അയ്യപ്പനെയും ശബരിമലയെയും വിശ്വാസികളെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒന്നുമില്ലാത്തതിനാൽ കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. കേസിൽ പരാതിക്കാരന്റെ മൊഴി നാളെയോ മറ്റന്നാളോ രേഖപ്പെടുത്തും. പിന്നാലെ പ്രതികൾക്ക് നോട്ടീസ് അയച്ച ശേഷം തുടർ നടപടികളിലേക്ക് നീങ്ങും. ഗാനരചയിതാവ് GP കുഞ്ഞബ്ദുള്ള, ഗായകൻ ഡാനിഷ് മലപ്പുറം, റിലീസ് തയ്യാറാക്കിയ സുബൈർ പന്തല്ലൂർ, സുബൈറിന്റെ സ്ഥാപനമായ CMS മീഡിയയുടെ അണിയറ പ്രവർത്തകരും നിയമപരമായി നേരിടുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.